Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Assalamualaikum warahmatullahi wabarakatuh. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് മഹത്തായ സുന്നത്തായിരുന്നിട്ടും മഹാനായ സഹാബി പണ്ഡിതനും സുന്നത്തിന്റെ കർശന അനുയായിയുമായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അതൊരു പ്രത്യേക അവസരത്തിൽ കൂട്ടിച്ചേർത്തപ്പോൾ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ തുമ്മിയ ശേഷം അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തുമ്മലിന്റെ മറുപടി അൽഹംദുലില്ലാ അലാ കുല്ലി ഹാല ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് മഹത്തായ സുന്നത്താണ്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് തെറ്റാണെന്നല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വ്യക്തമാക്കിയത്. മറിച്ച് ഒരു പ്രത്യേക അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിക്ക് പകരം അദ്ദേഹം പഠിപ്പിക്കാത്ത മറ്റൊരു വാക്ക് മതപരമായ രീതിയായി കൂട്ടിച്ചേർക്കുന്നതാണ് അദ്ദേഹം അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും കാണിച്ചു തന്ന സുന്നത്ത് പ്രകാരമാണോ നാം പ്രകടിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം സുന്നത്ത് പിന്തുടരുന്നതാണ്. എന്നാൽ റബീഉൽ അവ്വലിൽ പ്രത്യേകമാക്കുന്ന മൗലീദ് പോലുള്ള സ്നേഹപ്രകടനം യഥാർത്ഥത്തിൽ മതത്തിൽ പുതുതായി കൊണ്ടുവന്നവയിൽപ്പെട്ട നരകം കൊണ്ട് താക്കീത് ചെയ്ത ബിദ്അത്താണെന്ന് പ്രമാണങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് ഇത് പോലുള്ള സ്നേഹപ്രകടനത്തിന് പ്രതിഫലമല്ല ലഭിക്കുക, മറിച്ച് പരലോകത്ത് നഷ്ടമാകാം. സൂക്ഷിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.